2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവില്ലെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാർട്ടി രാഹുലിനെ കൈവിടില്ല. പകരം രാഹുലിന് മുന്നിൽ വച്ചിരിക്കുന്നത് മറ്റൊരു ഫോർമുലയാണ്. ഒരു സ്ട്രാറ്റജിക്കൽ ഫോർമുല, ഒരു തന്ത്രപരമായ നീക്കം പാർട്ടി നടത്തുന്നു. അതോടൊപ്പം രാഹുൽ വേണം, രാഹുലിനെ അങ്ങനെ മാറ്റി നിർത്താനാവില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഫോർമുല പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടാകും. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ എവിടെയും മത്സരിക്കുകയുമില്ല. അതാണ് ഫോർമുല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അത് എപ്പോ എങ്ങനെ എന്നൊന്നും പറയാനാവില്ല. പക്ഷേ അധികാരത്തിലേക്ക് കോൺഗ്രസ് എത്തും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞുണ്ടാവുന്ന ഏത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അവിടെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളതാണ് ഈ ഫോർമുലയിൽ പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് ഈ വരുന്ന എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ആദ്യ വാരത്തോടു കൂടി ഫസ്റ്റ് വീക്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അത് UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും ഏകദേശം നീക്കുപോക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സ്ഥാനാർത്ഥികളുടെ പട്ടികയിലും എവിടെ നിന്നാണെങ്കിലും ഏത് മണ്ഡലത്തിൽ നിന്നാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവില്ല. പിന്നെ എന്തു സംഭവിക്കും? പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതെല്ലാം കഴിയുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ രാഹുലിനെ ഇത് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഒന്ന്, രാഹുലിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല, രാഹുലിനെ പടയടച്ച് പിണ്ഡം വെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വ്യക്തമായ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് അവിടെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു റിസ്ക് എടുക്കുവാനും പാർട്ടി തയ്യാറല്ല. കാരണം ഈ രാഷ്ട്രീയ അന്തരീക്ഷവും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷവും എല്ലാം കോൺഗ്രസിനും UDFിനും അനുകൂല ഒരു സിറ്റുവേഷൻ നൽകുമ്പോൾ അവിടെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടി ചെന്നെത്തേണ്ട ഒരു ഘട്ടമുണ്ടാകും. അതുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ എവിടെയും മത്സരിക്കുന്നില്ല എന്നും, അതോടൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരും. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു 5 വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയധികം ഉപതെരഞ്ഞെടുപ്പുകളാണ് വന്നത്. അപ്പോൾ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു, തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു, പാലക്കാട് തന്നെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അങ്ങനെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും അത് UDFിൻ്റെ സ്ഥാനാർത്ഥി അതിൽ രാഹുൽ മാങ്കൂട്ടമായിരിക്കും എന്നുള്ളതാണ്. അത് ആരുടെ സീറ്റാണെങ്കിലും, ഇനി ഘടകകക്ഷിയുടെ സീറ്റുകളാണെങ്കിൽ പോലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നമുക്കൊരു ആശാവഹമായ ഒരു നിലപാട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടാവില്ല. പാലക്കാട്ട് മറ്റു പല ആളുകളിലേക്കും ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് മറ്റു പല പേരുകളിലേക്കും പാർട്ടി ചർച്ചകൾ നടന്നു പോകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞതാണ്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇന്ന ഒരാൾ എന്ന് പറയുന്നില്ലെങ്കിലും രാഹുൽ അല്ലാത്ത മറ്റാളുകളിലേക്ക്
രാഹുലല്ലാത്ത മറ്റു പലരിലേക്കും ചർച്ചകൾ കടന്നു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചതാ. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ രാഹുലിന് ഓൾമോസ്റ്റ് ഒരു 99.9% രാഹുലിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് ഇതാണ് പറയുന്നത്: ഒരു തന്ത്രപരമായ നീക്കം കോൺഗ്രസ് നടത്തുന്നു. കോൺഗ്രസ് തന്ത്രപരമായ നീക്കം നടത്തുന്നു എന്ന് മാത്രമല്ല, രാഹുലിനെ അങ്ങനെ കൈവിട്ട് കളയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇത് പാർട്ടിയും UDF-ഉം ഒക്കെ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ മാക്സിമം സീറ്റുകൾ, എല്ലാ സീറ്റുകളും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ മാക്സിമം കരുതലോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്തി, അവിടെ ജയവും പരാജയവും ഉണ്ടാകും, അതൊന്നും വിഷയമല്ല. പക്ഷേ നമ്മളൊരു എന്താ പറയേണ്ടത്, ഒരു വിവാദങ്ങൾ, ഒരു പുകമറകൾ, ഒരു ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയേണ്ടത്, നമ്മൾ തീരെ മുൻകരുതലുകൾ ഇല്ലാതെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വേണ്ട, അങ്ങനെ ഒരു ചാടിക്കടന്നുള്ള തീരുമാനം വേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിന് എന്താണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത്. എന്നാലും രാഹുലിനെ കൈവിടാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫോർമുല അത് രാഹുലിനെ അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. രാഹുലിനെ അത്തരത്തിലൊരു തീരുമാനം ഇങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് രാഹുലിനെ അറിയിച്ചിരിക്കുന്നു. രാഹുൽ അതിന് ഓക്കെ പറഞ്ഞിരിക്കുന്നു. രാഹുൽ പറഞ്ഞതും ഇത് തന്നെയാണ്: തൻ്റെ സ്ഥാനാർത്ഥിത്വമല്ല വലുത്, പാർട്ടി അധികാരത്തിലെത്തുകയാണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി താൻ മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണ്, പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പമാണ് താനെന്ന് രാഹുൽ തിരിച്ചു മറുപടിയും നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഒരു രീതിയിൽ നമുക്കൊരു ആശാവഹമാണ്. അങ്ങനെ പക്ഷേ അപ്പോൾ അവിടെ നിങ്ങൾ ചോദിക്കും, എപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ്, എപ്പോഴാണ് രാഹുൽ മത്സരിക്കുക എന്നൊക്കെ. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ അവിടെ ചോദ്യങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് തന്നെയാണ്. അത് ഇനി ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, അതല്ല ഇനി ഒരു 5 വർഷക്കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിലും അന്ന് സ്ഥാനാർത്ഥിയാവാൻ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ആശാവഹമായ ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം നമ്മളും പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം പാർട്ടി വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ നേരിടുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു റിസ്ക് എടുത്തുകൊണ്ട് പ്രതിസന്ധിയിലാവാൻ പാർട്ടി തയ്യാറാവില്ല എന്ന് വിചാരിച്ച് രാഹുലിനെ തള്ളിക്കളയാനും തയ്യാറല്ല. എന്താണെങ്കിലും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ തിരിച്ചുവരവ് എത്രയും പെട്ടെന്നാവണമെന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ആ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ, ലെറ്റസ് എവിടെ വരെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കേട്ട ഒരു വാർത്ത അത് ഒരിക്കലും പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്കായിട്ടും അതുപോലെ രാഹുൽ തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും നമുക്കതിനെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത് തന്നെയാണ് വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിച്ചതാണ് രാഹുൽ സ്ഥാനാർത്ഥിയാവണം, രാഹുൽ നിയമസഭയിൽ ഉണ്ടാവണം, രാഹുൽ ജനപ്രതിനിധിയായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയുണ്ടല്ലോ. പലതിനെയും ഡിപ്പെൻഡ് ചെയ്ത് പലതിനെയും പരിഗണിച്ചിട്ടാണല്ലോ നമ്മൾ എന്താ പറയുന്നത് ഒരു തീരുമാനത്തിലേക്ക് ഒക്കെ എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പല ഘടകങ്ങളും നിലവിൽ രാഹുലിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നും ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് കടന്നു ചെന്നിരിക്കും. മേ ബി ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു ഫോർമുല വരുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല വരുമ്പോൾ പിന്നെ അവിടെയുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാലക്കാട് ആരാവും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. പാലക്കാട് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മണ്ഡലമാണല്ലോ. അങ്ങനെ വലിയ മത്സരം നിലനിൽക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ളതാണ് അടുത്ത ചർച്ചകൾ. ആ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ എന്താണെങ്കിലും പാലക്കാട് രാഹുലില്ല എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വേദന ഉണ്ടെങ്കിലും
ഈ പറയുന്ന ചില വാർത്തകൾ കൂടി കേൾക്കുമ്പോൾ, അങ്ങനെ ചില ചർച്ചകൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അത് ഒരു ആശ്വാസമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പാർട്ടി രാഹുലിനെ കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഫോർമുലയെങ്കിലും പാർട്ടി മുന്നോട്ട് വെക്കാൻ തയ്യാറാവുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ടി കൈവിടില്ല എന്നുള്ളത് വളരെ ഒരു ആശാവഹമായ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അയാളുടെ തിരിച്ചുവരവ് എത്രയും പെട്ടെന്ന് സാധ്യമാകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോൾ. കാരണം അതിങ്ങനെ ഈ കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.